അനുപേട്ടനിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ലാലേട്ടനുണ്ട് ഞങ്ങൾ. വലിയ സുദീർഘമായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ പറഞ്ഞ് മുണ്ടൊക്കെ എടുത്ത് ചില്ല് ചെയ്ത് കുറച്ച് കൂട്ടുകാരൊക്കെ ആയി പണ്ടത്തെ ഒരു കാമുകിയൊക്കെ ആയി അങ്ങനെ ഒരു ലാലേട്ടനെ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ പ്രതിഷ്ഠിച്ചു വെച്ചിട്ടുണ്ട്. അനുപേട്ടനും ആ ഏരിയ അത് തന്നെയാണ്. അത് തന്നെയാണ്. അതിനകത്ത് കടുകിട വ്യത്യാസമില്ലാത്ത 5 പാട്ടുകളുള്ള 3 ഫൈറ്റുകളുള്ള അങ്ങനെ ഒരു സിനിമ തന്നെയാണത്. അതെല്ലാം ആ ഒരു നമുക്ക് ആഗ്രഹമുള്ള നമുക്കെല്ലാം ഇപ്പൊ വിഷ്ണു പറഞ്ഞ ആ ഒരു ഏരിയ തന്നെയാണ്. അദ്ദേഹത്തിന് ഏറ്റവും വേർഡന്റ് ആയിട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്ന അത്തരം സിനിമകളുടെ ഇതാണ്. അങ്ങനെ തന്നെയാണ് അത് സംഭവിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പറഞ്ഞ പോലെ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഇറ്റ്സ് എ ബിഗ് ഫിലിം. അതിന്റെ ബഡ്ജറ്റ് വളരെ വലുതാണ്. ഇത്രയും പാട്ടുകളും ഫൈറ്റും എല്ലാം വെച്ചതൊരു അത് ആ സ്ക്രിപ്റ്റ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ഞാൻ ഓരോ മാസവും അത് ഇപ്പോഴും എന്താ ആയിരിക്കുന്നതും അതിന്റെ സ്ക്രിപ്റ്റാണ്. സോ ഇറ്റ്സ് അണ്ടർ കൺസ്ട്രക്ഷൻ. നെക്സ്റ്റ് ഇയർ സംഭവിക്കും. ലെറ്റ്സ് ടേക്ക് ടൈം ആൻഡ് ഡു ഇറ്റ് എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അതവിടെ അതിന്റെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസിൽ അത് നടക്കട്ടെ എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.